നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിറകടുപ്പിൽ തന്നെ ചോറും സാമ്പാർ ചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അപ്പുറത്തെ ആ സെൻറ്ററിലുള്ള ഒരു അടുപ്പില്ലേ അതിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് ഒരു ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് തീ കത്തിച്ചിട്ട് ഇനി സാമ്പാർ വയ്ക്കാനായിട്ട് വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു ചട്ടിയിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണ്. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പരിപ്പ്, ഒരു അര കപ്പ് പരിപ്പുണ്ട്, അത് കഴുകിയെടുത്തത്, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും അമരക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അമരപ്പയർ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് രണ്ടിനും കുറച്ച് വേവ് കൂടുതലാണല്ലോ. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഈ കൂടെ തന്നെ കായം, കട്ടക്കായം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടക്കായം തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ വാങ്ങി വെക്കുന്ന പതിവുണ്ട് കേട്ടോ, അത് തീർന്നു പോയത് അറിഞ്ഞില്ല. അപ്പം ഇതിനെയും കുറച്ച് പടവലങ്ങ, പിന്നെ ദേ ഇത് ഞാനുണ്ടല്ലോ സലാഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കാക്കടിയില്ലേ കുക്കുംബർ, അതിൻ്റെ ബാക്കി ഇരുന്നാണ്, അതങ്ങ് ചേർത്ത് കൊടുത്തു. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കോവലിലുണ്ടായ ഒരു 3-4 കോവയ്ക്കാണ് കേട്ടോ, അതും അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, അതും അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ ഉള്ളിയും പരിപ്പും മാത്രം ഇട്ട് സാമ്പാർ വയ്ക്കാന്നാണ് കേട്ടോ തുടങ്ങിയത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വാടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടെ തന്നെ ചേർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ചേർക്കുന്നത് സബോള, സാമ്പാർ മുളകില്ലേ അത് ഒരു 3-4 ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. പിന്നെ 2 വലിയ തക്കാളി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഒരല്പം കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇതാ കായപ്പൊടി, ഈ കായപ്പൊടി ആയതുകൊണ്ട് ഇപ്പം അങ്ങ് ചേർക്കുന്ന പതിവില്ല, കട്ടക്കായ ഉള്ളതുകൊണ്ടാണ്, ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ പൊടി ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ അടുപ്പിൽ ഇങ്ങനെ ചട്ടിയിലോ അല്ലെ കൊച്ചു മൺകലത്തിലൊക്കെ അല്ലേ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വിശേഷിച്ച് വിറകടുപ്പിൽ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് വെന്തോ നോക്കുകയാണ്. ഒരു വിധമൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് മുരിങ്ങക്കായ കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മുരിങ്ങക്കായൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അത് നടിയിലോട്ടാക്കി വെച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കുകയാണ്. വാളംപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പുളി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാമേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഈ വിറകടുപ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ, വിറകടുപ്പിൽ തീ കത്തി, അതെനിക്ക് അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് എടുക്കുന്നതാണ്. ഇഷ്ടമുള്ളത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെ കത്തുന്ന, നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് എടുത്താണ് കേട്ടോ, അങ്ങനെ ഒരു കുഞ്ഞൊരു ക്ലിപ്പിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മൾ സാധാരണ സാമ്പാറിന് ചേർക്കുന്നതെല്ലാം ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. എന്നെല്ലാം റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി, എന്നിട്ട് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുകയാണ്. ഉപ്പും
പുളിയെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഒന്നുകൂടി നടച്ച് സാമ്പാർ പൊടിയൊക്കെ ഇപ്പോൾ ചേർത്തല്ലേ ഉള്ളൂ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വെന്ത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഒന്നങ്ങ് തിളച്ച് വന്നപ്പോഴത്തേക്ക് വീണ്ടും തുറന്നു. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു. മല്ലിയില ഞാൻ കുറച്ചധികം ചേർക്കും കേട്ടോ. സാമ്പാറിന് രസത്തിനൊക്കെ കുറച്ച് ചിക്കന് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മല്ലിയില ചേർക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മല്ലിയിലൊക്കെ ചേർത്ത് ഒന്നും കൂടെ തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ അടുപ്പിൽ നിന്നിങ്ങനെ ഇറക്കി വെക്കാം. ഇനി വീണ്ടും ഞാൻ ചോറങ്ങ് വെച്ച് കൊടുക്കുമായിരുന്നു. ചോറ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പകുതി വേവാകുമ്പോഴത്തേക്കാണ് ഞാൻ ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ കുറച്ചൊക്കെ ഒന്ന് വേകും. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ കിടന്ന അരിയൊക്കെ തിളയ്ക്കുന്ന കാണാൻ ഒരു സന്തോഷം തന്നെ കേട്ടോ. സത്യം എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അടുപ്പും തീയും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അരി ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇളക്കി നോക്കുകയാണ് വെന്തിട്ടുണ്ടോ എന്ന്. അരി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ഇനി വാർത്തെടുക്കണം. എന്നിട്ട് ഇനി ചെയ്യുന്നത് ഒരു ചട്ടി വെച്ചിട്ട് വൻപയറും ചെറുപയറും രണ്ടും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് കുതിർത്തെടുത്ത് ചെറിയ രീതിയിൽ. അപ്പോൾ കുതിർത്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പോഷകമാണല്ലോ. അപ്പം അതിനുവേണ്ടി കുതിർത്തെടുത്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വൻപയറിന് അല്പം വേവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ വൻപയർ ഞാൻ അടിയിലങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. മുകളിൽ ചെറുപയർ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഒരുപാട് അങ്ങനെ വേവിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ മുളപ്പിച്ച ഇതൊക്കെ അതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. ഇനി അടുത്തത് ചെയ്യുന്നത് നത്തോലി ചമ്മന്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം എന്താ നമ്മുടെ പയറൊന്ന് ഇളക്കി നോക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു. അപ്പം നമ്മുടെ പയറൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പയറിൽ നമ്മൾ ഒഴിച്ച വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിന് ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരിമുളക്, തേങ്ങ ഇത്രയും കൂടെ അരച്ചെടുത്താണ്. അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാം ഒതുക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് അരപ്പൊന്ന് വേകാൻ വേണ്ടി ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നടച്ചു വെച്ചു. വീണ്ടും തുറന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നങ്ങ് നിരത്തിയൊക്കെ ഇട്ട് കൊടുത്താൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് തോർന്ന് വന്നോട്ടെ. അപ്പം നമ്മുടെ പയർ തോരനും റെഡിയായി. ഇനി ചെയ്യുന്നത് നത്തോലി ചമ്മന്തി അരയ്ക്കാനായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നത്തോലി ഞാൻ അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം സാധാരണ ഇതിലങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കാറില്ല. അപ്പം ഞാനിത് അടിയിൽ പിടിക്കുന്നെന്ന് തോന്നുന്നതുകൊണ്ട് ഒരല്പം വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു സ്വല്പം മാത്രം. അപ്പോൾ അതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിങ്ങ് ഇറക്കി വെച്ചിട്ട് ചോറ് വാർത്ത് വെച്ചില്ലേ അതൊന്നും കൂടെ ഒന്ന് വെള്ളം തോർത്തിയെടുക്കണം. അതിന് വേണ്ടി വെച്ച് വെള്ളമൊക്കെ തോരാനായിട്ടൊന്ന് വെച്ച് കൊടുത്തു.
അപ്പം നമ്മുടെ നത്തോലി ഇന്ന് തണുത്ത് വരണമല്ലോ നമുക്ക് ചമ്മന്തി അരയ്ക്കണമെങ്കിൽ. ആ സമയം കൊണ്ടാണ് കേട്ടോ അത് ചെയ്തത്. അപ്പം നത്തോലി തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ചീനച്ചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് കടുക് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാറിനും തോരനും കടുക് വറക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ചേർത്ത് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇതങ്ങ് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് നമുക്കിനി ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നടച്ച് വെച്ചു കേട്ടോ, അതിന് മണമൊന്നും പോകാതെ. ഇനി ഈ ബാക്കി വന്ന കടുക് വറുത്ത വെളിച്ചെണ്ണയില്ലേ, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച തോരനങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 1000 കൂട്ടുകാർ, 1000ൻ്റെ മുകളിലായിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാരെനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. തുടർന്നും നിങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ പയറുതോരൻ കടുകൊക്കെ വറുത്ത് ഇവിടെ എടുത്ത് വെച്ചു. പിന്നെ അപ്പോഴത്തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പം അതേ നമ്മുടെ നത്തോലി ചമ്മന്തി, പിന്നെ ഒരല്പം മീൻകറി ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ പയറുതോരൻ, ചോറ്, സാമ്പാർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി,